ഞാനാണ് ഐഷ. ഓഹോ, മിടുക്കി. അലി എന്റെ ബോഡി ഗാർഡാണ്. ഐ സി. വളരെ സന്തോഷം. എന്റെ സഹോദരി രജനിയുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നോ? യെസ്, നിങ്ങൾക്കെല്ലാം കാത്തിരിക്കുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. ഐ സി. ഞങ്ങൾക്ക് കഴിയും വേഗം പോണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. calling 33 501 calling 33 501 calling 33 over 33 on the lane 33 on the lane 33 on the lane over. An important message. വരും. ഞങ്ങളുടെ ഏജന്റ് സ്വിസ് ബാങ്കിൽ നിന്ന് പണവുമായി അടുത്ത ആഴ്ച ഇവിടെ വരും. ഐ സി. ഐഷ രൂപ രഹസ്യമായ ഒരു ആവശ്യം പത്രാധിപർ തമ്പുരാന് പകലെത്തിക്കണം. പണം അയക്കുന്നതിന് മുമ്പ് ആ വിവരം രജനെ അറിയിച്ചേക്കണം. യെസ് സർ. അതെ, ആയിഷയ്ക്ക് എന്ത് കമ്മീഷനാണ് ഞങ്ങൾ തരേണ്ടത്? ഞാൻ സാധാരണ ഈ ബിസിനസിന് 5% കമ്മീഷനാണ് വാങ്ങുന്നത്. നീ കാര്യങ്ങൾ ഭദ്രമായി ചെയ്താൽ 1% കൂടി നിനക്ക് സമ്മാനമായി തരുന്നതാണ്. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും. അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ. ഇന്നു മുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പറയൂ സർ. എന്താ പോലീസ്? നിങ്ങൾ ഉടനെ രക്ഷപ്പെടുന്നു. ദുബായിൽ നിന്ന് വന്നവരുടെ കടപ്പുറത്തുകൂടി രണ്ടുപേർ പെട്ടിയുമായി ഓടിപ്പോന്നു. calling Tiger. 33 calling Tiger. 33 calling Tiger. Over. Tiger on the line. Tiger on the line. Tiger on the line. Speak on. Over. MS പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ മാർഗം പോയിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ഇവിടെ കടൽ തീരത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ. യെസ് യെസ് ഐ സി. താങ്ക് യു. എന്തെങ്കിലും പുതിയ ന്യൂസ് ആണോ? അതെ, മധുസൂദനൻ എന്ന ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും കടൽത്തീരത്ത് അയാൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഫർമേഷൻ. സാറിനി ഇരിക്കപ്പുറത്ത് കാണില്ലല്ലോ. പീറ്റർ, ഞാൻ കേരള ഗർജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത്. അതെ റീത, പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ടർ ജോലി ഞാൻ തിരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. പത്രാധിപർ സാർ വരുമ്പോ നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.
ഒരു സ്ഥലം വരെ പോകുന്നു. വരാൻ അല്പം ലേറ്റാകും. എന്നാൽ ആഹാരം കഴിച്ചിട്ട് പോണം. സമയമില്ല. ആഹാരം കഴിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയില്ലെന്ന് എനിക്കറിയാം. ഒരു പത്ര റിപ്പോർട്ടിലെ ചുമതല ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവളാണല്ലോ നിർമ്മല രാജേന്ദ്രൻ. സോപ്പിടണ്ട. ഇന്ന് പാതിരാത്രി കഴിഞ്ഞേ വരുള്ളൂ എന്നർത്ഥം. വളരെ താമസിച്ചാൽ നിർമ്മല ആഹാരം കഴിച്ചോളൂ. അങ്ങനെ പതിവില്ലല്ലോ. വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഒരു വലിയ രഹസ്യ സംഘത്തെ പറ്റി അല്പം അറിവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. വല്ല അപകടത്തിനും പോയി ചാടില്ല കേട്ടോ. ഹേയ്, സുരക്ഷിതമാണല്ലോ. ഒരു കുഞ്ഞു പോലും ഈ പരിസരത്ത് വരില്ല. നൗ യു ക്യാൻ ഡിസ്ക്ലോസ്. ചേട്ടാ, എന്താ കരയുന്നത്? എന്താ അനിയത്തി? ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഭയന്ന് വിറക്കിയായിരുന്നു. അനിയത്തി, ഞാൻ ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയില്ലേ. ഇനി ഒന്നിനെ പറ്റി പേടിക്കാറില്ല. എല്ലാ പത്രങ്ങളിലും ചേട്ടന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമുണ്ട്. പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപയാണ് പാരിതോഷികം. നമ്മുടെ ഏജന്റ് ഏത് വഴിക്കാണ് മാഹിയിൽ വരുന്നത്? പേഴ്സ്യൻ ഗൾഫ് വഴി കപ്പലിൽ പോരാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അയാൾ മാഹിയിലെത്തി സ്വിസ് ബാങ്കിലെ നമ്മുടെ പണം ഡ്രോ ചെയ്യിച്ചു വരുമ്പോൾ വളരെ സമയമെടുക്കില്ലേ? 1 മാസമെങ്കിലും ആകും. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സാർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത്. എടോ, സിറ്റിയിൽ നിന്നും വളരെ അകലെയല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിയുന്നത് കുറവാണ്. രജനി, എന്താ ചേട്ടാ? എഴുതി കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ട്? ചേട്ടാ, നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയാറിലൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. കാട്ടിന്റെ നടുക്ക. ദാറ്റ്സ് എ ഗുഡ് പ്രപ്പോസൽ. തമ്പുരാൻ, ഞാൻ MS. ഞാൻ നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? തൽക്കാലം ഒന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് മാറണം. നിങ്ങളുടെ വാളയാറിലെ എസ്റ്റേറ്റ് ആയാലും എങ്ങനെ? സേഫ്. ഉടനെ ഏർപ്പാട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. സൂക്ഷിക്കണം. നിങ്ങളുടെ കാര്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പത്രത്തിലുണ്ടോ? ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം പൊതുജനം അറിയരുതല്ലോ. പാതിരാത്രി കഴിഞ്ഞ് ഞാനങ്ങ് വരാം. ഓക്കെ ഓക്കെ. ചേട്ടാ, ഞാൻ പോകുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അളിയൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന്റെ പേര് കേട്ടാൽ ഇപ്പോഴും കലിതുള്ളും. എന്റെ പണമൊക്കെ ഒന്ന് കൈ വന്നോട്ടെ. ഞാൻ അളിയനെ പാട്ടിലാക്കിക്കോളാം. ഞാൻ രാവിലെ വരാം. ശരി. രജനി, ഇവിടെ വരൂ. ഇത് കണ്ടോ? എന്തുവാ? ആ എംബോക്കെ ഉണ്ടല്ലോ, ഇതിലെ ചേട്ടൻ മധുസൂദനൻ ദുബായിൽ നിന്ന് ലക്ഷങ്ങളും തട്ടിക്കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്ന്. എന്റെ ചേട്ടനാവില്ല. പിന്നെ അവന്റെ അച്ഛന്റെ ഫോട്ടോ ആണ്. ഓ, അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനാണല്ലോ. പത്രത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണോന്നുണ്ടോ? പിന്നെ പത്രക്കാരങ്ങളൊക്കെ നുണയാണോ? മുഴുവൻ നുണയാണോന്നില്ല. നിന്റെ സഹോദരനായതുകൊണ്ട് ഇത് 100% ശരിയായിരിക്കും. ആർക്കും തെറ്റുപറ്റിയെന്നിരിക്കും. ചിലർ ചെയ്യുന്ന തെറ്റ് പരസ്യമാകും, ചിലരുടേത് രഹസ്യമായിരിക്കും. അവൻ ചെയ്ത തെറ്റ് രഹസ്യമല്ലാത്തതുകൊണ്ടാണ് പത്രത്തിൽ വന്നത്. അറബി രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്നതിന് ശിക്ഷ എന്താണെന്ന് അറിയാമോ? കൈവെട്ടും. പരസ്യമായിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കും, വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് മുങ്ങിക്കളഞ്ഞത്. അതിനിപ്പോ ഞാനെന്ത് വേണം? അവനിവിടെ വന്ന് അടിച്ചില്ലാത്ത കേട്ടതെന്ന്. എന്റെ ചേട്ടനോട് വരികയുമില്ല, വന്നാൽ നന്നിട്ട് കയറ്റുകയുമില്ല. പോരെ.
പോലീസുകാരെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏതെങ്കിലും CBI ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ കൈയോടെ വിടുമോ? ശരിയാണ്. വാളയാറിൽ എവിടെ താമസിക്കും? എസ്റ്റേറ്റിൽ ബംഗ്ലാവ് കാണുമായിരിക്കും. അവിടെ പുതുതായി ഒരാൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന സ്ഥിതിക്ക് പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.